ഹബീബികളെ വെൽക്കം ടു മൈ ന്യൂ ലീവ് വീഡിയോ. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് പോകാം. ഓക്കെ, ഇപ്പം രണ്ട് വെളുത്തുള്ളി പിന്നെ നമുക്ക് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ഗ്യാസിന് നല്ലതാണ്. ചൂടാട്ടെ, ചൂടായിട്ട് ഒന്നാണ് ചൂടായ അപ്പൊ ചൂടായിപ്പോ. ഇനി വെള്ളുള്ളിട്ടാ, വെളുത്തുള്ളിയും വല്യുള്ളിയും കൂടി ഇടാ. അപ്പൊ ഞാനാണ് ഇപ്പൊ ചീര ഉണ്ടാക്കി തിന്നലോ. വെളുത്തുള്ളി വല്യുള്ളി അല്ലേ ഇട്ടു? ആ ഇട്ടൂട് ഇതാ മതി. എന്നാ പിച്ചത് മൂത്ത് കാക്കല്ലേ. വെളുത്തുള്ളി അരിയണ അരിഞ്ഞിട്ടില്ലേ? ചെറുതാക്കി അരിയണേ കേട്ടാ, നല്ല ചെറുതാക്കണ്ട. ചെറുതാക്കിക്കളെ. വെളുത്തുള്ളി വേണമെന്നില്ലട്ടാ, വെളുത്തുള്ളി ഉണ്ടായ ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. അത് ഓപ്ഷനല്ല, ഉണ്ടാക്കാം. ആ അതെ, ടേസ്റ്റ് കൂടണ്ടല്ലേ, എത്തിയല്ലേ ഭക്ഷണത്തിന്. പിന്നെ ഇളക്കണ സാധനം കെക്കിട്ട് കൊറേ കാലായി. ഇപ്പൊ ചുടുവെള്ളം കൊണ്ട് കഴിക്കും. സച്ചനെ ചൂടാക്കി തിന്നാണോ ചോദിച്ചാ? പിന്നെ ഓനക്കൊക്കെ തൊള്ളി ഇവിടേക്കാണ് കൊടുക്കണം. ചെലപ്പോ തൊള്ളി കൊടുക്കണം. അറിയത് പിന്നെത്താ ഞാൻ എനിക്ക് പണി വരച്ചരില്ല. മിനുക്കോ പിന്നെത്താ വെറുതെ ഒരു പൂതി കൊണ്ട് തൊള്ളാട്ടി തരും. അമ്മയാളൊക്കെ എന്തൊക്കെ തൊള്ളയിലും ഞങ്ങള്. അമ്മയാളോ? ആ അമ്മയാള്. പിന്നെ ഞാൻ മരുവളെന്നാലും മാറി കൊടുക്കും. എനിക്കങ്ങനെ പൂതിയാണ്. ഞാൻ എപ്പോഴും വിചാരിച്ച എനിക്ക് വാരി തരണം. ഞാൻ വെളുത്തുള്ളി വല്യുള്ളിയൊക്കെ വാടി തുടങ്ങി. ഞാൻ കാട്ടണ്ടി പച്ചോള് അത് വല്യുള്ളി എണ്ണയിൽ പെട്ടെന്ന് വാടുന്നത്. അത് വാടി പിന്നെ ഡാർക്ക് കളർ ആവുന്നത്. പച്ചോളിട്ടു ചീര എങ്ങനെ ഇളക്കി കൊടുക്കുക. അതാണ് മൂത്ത് കച്ചല്ലേ, കണ്ണു മുറം പൊളിച്ചല്ലേ. എത്തില്ല, ഞാൻ ആലോചിച്ചാണ് എന്തേ നയിച്ചാൻ പോണേ. നമ്മളിവിടെ സുഖത്തില് നമ്മക്കിപ്പോ വലിയ കുഴപ്പം നമ്മുടെ കാര്യത്തിലൊക്കെ അവിടെ കഷ്ടപ്പെടുന്നതൊക്കെ ആലോചിച്ചാണ്. ആരുണ്ടാക്കി തരാനും ഇല്ല, ഭക്ഷണം ഉണ്ടാക്കി തരാനും ആളില്ല. പാത്രം നീക്കൂട്, ചീര അരിഞ്ഞ പാത്രങ്ങളൊക്കെ ബോർഡൊക്കെ അടച്ച് ചീക്കൂട്. ഞാൻ തുറന്നാണ്ട് ഇളക്കിക്കൂടും. തേങ്ങ ഇടന്നിട്ട് ഇളക്കി കുറച്ച് വെന്ത മാതിരി തോന്നുന്നുണ്ടാക്കാം. ഒന്ന് തിന്നോക്കാം. എത്ര എളുപ്പം കൊണ്ട് ഉണ്ടാക്കാം. ഞാൻ ഒന്നുകൂടി ആയിക്കോട്ടെ, കുറച്ചും കൂടി ആയിക്കോട്ടെ. ചീര വേഗം ഒന്നും കൂടി മൂടിക്കാം. രുചി കുറച്ചിട്ടില്ലേ? ഇങ്ങനത്തെ വേറെ കൂട്ടാനേ, ഈ ഒരു കൂട്ടാനേ ഉള്ളൂ. സമ്മന്തി ഉണ്ടാക്കാൻ അറിയാം എനിക്ക്. എന്റെ സമ്മന്തിനോട് വലിയ താല്പര്യമില്ലല്ലോ. താല്പര്യമൊക്കെ ഉണ്ട്. ഉണ്ടാ? എന്നാ മിക്സി എടുക്കാൻ ഇടാ, തേങ്ങ ഇടുക, ചെറുനാരങ്ങ ഇടാ. ചെറുനാരങ്ങ ഇല്ലാന്ന് തോന്നുന്നുണ്ട്. 5 വിരല് പൊടി. ആ ആയിക്കോട്ടെ, മതി. ഉപ്പുണ്ടാ? ഉപ്പ് കറക്റ്റാ. എനിക്ക് ഇളക്കിക്കാണ്ട് സംഭവം ആയി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇളക്കാൻ തോന്നും. ഗൈസ്, അപ്പം എൻ്റെ കുക്കിങ്, നിസ്കരിക്കൽ, ഡ്രസ്സ് ഇടൽ, ഡ്രസ്സൊക്കെ അയൺ ചെയ്തിട്ട് സ്പ്രേ ഒക്കെ പൂസി ഇങ്ങനെ ഇരിക്കണം ഞാൻ. ഇനി എൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിരുന്നു. അതെടുത്ത് കൊണ്ട് നമുക്ക് പുറത്തേക്ക് ഇടാം, പുറത്തുള്ളത് നമുക്ക് അകത്തും വെക്കാം. ഓക്കെ. മിസ്റ്റർ ഷാഹിജാൻ, ഫുഡ് കഴിച്ചു. നീ കഴിച്ചോ? കഴിക്കുക, പോയി കഴിക്കുക അങ്ങോട്ട്. ഞാൻ കഴിച്ചോ. ഏതല്ല എൻ്റെ മലയാളത്തിൻ്റെ അക്ഷരസ്ഫുടത.
എടാ ഫുഡ് ഉണ്ടാക്കിയ സാധനങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടില്ല. ഇതാണ് ഒരു അടുക്കും ചിട്ടയുമില്ലാത്ത ഡോണ്ട് ഡു ലൈക്ക് ദിസ്. അങ്ങനെ എൻ്റെ വാഷിംഗ് മെഷീൻ സാധനങ്ങൾ ഞാനിന്ന് കുറച്ച് മിനിറ്റേ ഞാൻ ഇട്ടിട്ടുള്ളൂ. 15 മിനിറ്റ് ഞാൻ ഇട്ടിട്ടുള്ളൂ. കാരണം പുതിയ ഡ്രസ്സുകളായതുകൊണ്ട് കേട് വരണ്ടെന്ന് കരുതിയിട്ട്. ഓക്കേ, ഇനി എൻ്റെ എടുക്കാനുള്ള ഡ്രസ്സുകളെല്ലാം എൻ്റെതും ഇത് മിക്സഡാണ്. അതിൽ ഇവിടുത്തെ ഏറ്റവും പ്രവാസിയായുള്ള ഏറ്റവും വലിയ കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വീട്ടിലാകുമ്പോൾ നമ്മളെ വീട്ടുകാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഏതൊക്കെ ഡ്രസ്സ് ഇടുന്നത്. ഈവൻ നമ്മുടെ ഇന്നർവേഴ്സ് അടക്കം അവർക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു 10-18 ആൾക്കാരുണ്ടാവുമല്ലോ ഫ്ലാറ്റ് മൊത്തം നോക്കുമ്പോൾ. അപ്പോൾ ഇവരുടെയൊക്കെ സാധനങ്ങൾ നമ്മൾ ഈ ഡ്രസ്സ് അലക്കിയിട്ട് തോരയിടുന്ന സ്ഥലത്തുണ്ടാവും. ഇവിടെ നമ്മുടെ സാധനങ്ങൾ നമ്മൾ കറക്റ്റ് സമയത്ത് എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ പൊന്നു മോനെ പോയി. ചിലപ്പോൾ ഒന്നെങ്കിൽ അത് താഴെ പോവും, ചിലപ്പോൾ അത് പാറി പുറത്തു പോവും, ചിലപ്പോൾ അത് ആരെങ്കിലും ആയിട്ട് ഇവിടുന്ന് എടുത്ത് കൊണ്ടുപോയിട്ട് അവരുടെ ആണെങ്കിൽ ഈ ഹമുക്കാൾ എന്ത് ചെയ്യുമെന്നറിയാം, ഓരോ സാധനത്തിൻ്റെ കൂട്ടത്തിൽ എടുത്തു കൊണ്ടുപോയിട്ട് ഓരോതെല്ലാന്ന് കാണുമ്പോൾ എന്താക്കും, ഇവിടെ എവിടെയെങ്കിലും ബക്കറ്റ് കൊണ്ടിടുക, പുറത്തെവിടെയും കൊണ്ടിടുക, അങ്ങനത്തെ കുറേ പരിപാടികാരം. അപ്പോൾ അവനവൻ്റെ സാധനം അലക്കാനിട്ടിട്ടുണ്ടെങ്കിൽ, ഇന്നലെ അലക്കാനിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ഉണങ്ങിക്കണം നോക്കുക. പ്രത്യേകിച്ച് ചൂട് സമയമൊക്കെ അല്ലേ, ഉണങ്ങിക്കണമെങ്കിൽ എടുത്തോ. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഷോക്സിൻ്റെ എണ്ണം കുറയും, ഇന്നർവേഴ്സിൻ്റെ എണ്ണം കുറയും. പിന്നെ പാൻറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് പാൻറ്റൊക്കെ ആണെങ്കിലാണ് പ്രശ്നം. എനിക്ക് പറ്റിയിട്ടുണ്ട് ഒരു പ്രാവശ്യം. ബ്ലാക്ക് പാൻറ്റൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ബ്ലാക്ക് പാൻറ്റ് ചിലപ്പോൾ വേറെ ഒരുത്തൻ ചിലപ്പോൾ ഇട്ടിട്ട് ഡ്യൂട്ടിക്ക് വെച്ചിട്ടുണ്ടാവും. ഓൻ എന്നിട്ട് വിചാരിച്ചു എന്തപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ വലുപ്പം കുറവ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കോമഡിയാണ് മോനെ, കോമഡിയാണ്. ഗൈസ്, അടുത്തെൻ്റെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കണ്ടൻസ് എല്ലാം സ്ക്രിപ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ പോയിട്ടൊന്ന് ഷൂട്ട് ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ്, ഞാനിപ്പോൾ എൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനൊരു 4 മണിയാകുമ്പോൾ നോർമലി ഞാൻ ഈ അബുദാബി ഫോർമൽ പാർക്ക്, എന്തോ ഒരു പേരുണ്ട് ഇതിന്, ഫാമിലി പാർക്കാണ്. ഒരു 4 മണി, ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ഞാൻ ഈ ഒരു നേരത്ത് ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തും. ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പറ്റുന്ന ദിവസം കേട്ടോ, ഇൻഷാ അല്ലാ ഇഫ് ഐ ആം ഫൈൻ ഞാൻ എന്തായാലും വരും. ഒരു 10-20 കണ്ടൻറ്റ് ഇവിടെ നിന്ന് അന്ന് തന്നെ ഷൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇന്നും ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ഷൂട്ടിങ്ങിലേക്ക് കടക്കണം. പിന്നെന്താണ് എല്ലാവരും വിശേഷങ്ങൾ, സുഖമല്ലേ, റാഹത്തല്ലേ? അപ്പോൾ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും ഇപ്പോൾ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് അടിക്കാതെ പോയത് കേട്ടോ. എല്ലാവരും ഒരു ലൈക്കൊക്കെ തന്നിട്ട് പോയിക്കോളി. പിന്നെ എങ്ങനെയുണ്ട് നമ്മളെ വ്ളോഗ്? ഇഷ്ടപ്പെടുന്നുണ്ട്? രസമുണ്ടാവും അതോ ബോറിംഗ് ആണോ? നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. നിങ്ങൾ ഒരു കമൻറ്റ് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ ഒരു രസമില്ല. ഓക്കെ, ഇതാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വരുന്ന പാർക്ക് കേട്ടോ. ഇവിടെ ഒരു ഡാഡിയും മകനൊക്കെ ഷട്ടിൽ അടിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞു. ഇനി നേരെ റൂമിലേക്ക് പോകാം, അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ അത്ലറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന്, ഓടാനും ചാടാനും ഒക്കെ ആയിട്ട്. പിന്നെ ലോൺലി വൈബുകളൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ അപ്പുറത്തിരുന്ന് പാട്ടൊക്കെ കേട്ടിട്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. മേ ബി ദേ ആർ ഹീലിംഗ് ദെയർ സെൽഫ്. പൊളിക്കും. എന്തായാലും ഈ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാരിപ്പോൾ ഇവിടെ ഗ്യാതറിങ്ങിനൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തുടങ്ങും ആൾക്കാർ. ചോറ് കഴിക്കാനായിട്ട് തന്നെ ഈ ഒരു പാർക്കിൽ വന്ന് നിൽക്കും. ഒരു ചേട്ടൻ പോകുന്നുണ്ട്, അയാളിവിടെ ക്ലീൻ ചെയ്യുന്ന ആളാണ്. പാവം, അയാളൊക്കെ ഇങ്ങനെ വേർത്ത് ഒലിച്ചിട്ട് നടക്കണേ. അയാളെ അവസ്ഥ ആലോചിക്കുക. നമ്മളൊക്കെ മാഷാ അല്ലാഹ് സ്വർഗത്തിലാണ് നമ്മളെല്ലാവരും. ഇനി ഇൻഷാ അല്ലാഹ് ടാക്സി പിടിക്കണം. ടാക്സി കിട്ടുമോ? ടാക്സി കിട്ടട്ടെ. പണ്ടില്ലേ എടാ ഈ പാർക്ക്, പണ്ട് ഞാനില്ലേ ഇതെവിടെ, ഇതൊരു എന്താ പറയുക, വർക്കൗട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് റൂം കുറച്ച് ഇപ്പുറത്താട്ടോ. അന്ന് റൂം ഇവിടെ അടുത്ത് തന്നെ. അന്ന് ഷോ കാട്ടാൻ വേണ്ടിയിട്ട് നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ഫുൾ വർക്കൗട്ട്, ഒറ്റക്കൊക്കെ വന്ന് വർക്കൗട്ട് ചെയ്ത ദിവസങ്ങളുണ്ട്. ദാറ്റ് ടൈം മൈ മൈൻഡ് സെറ്റ് യുനോ ഭയങ്കരൻ. അങ്ങനെ കൈ ടാക്സി കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ ടാക്സിയിലിരിക്കണം.
അപ്പോൾ ഗൈസ് ഞാൻ റൂമിലെത്തിയിരിക്കുകയാണ്. റൂമിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ ചായ കൂടി റൂമിൽ നിന്ന് ആക്കാനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചായ കുടിക്കാൻ പോയപ്പോൾ അവിടെ നമ്മുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നത്. അപ്പോൾ അവൻ പറഞ്ഞേ ചായ മേടിച്ചോ, എന്നിട്ട് ചായൻ്റെ കടി അങ്ങോട്ട് അൺബോക്സ് ചെയ്യും. ചായൻ്റെ കടി സർപ്രൈസ് വന്നു. അപ്പോൾ പിന്നെ ഞാൻ കരുതിയെന്നാൽ ഓക്കെ എടുക്ക്. അപ്പോൾ നമുക്ക് സെറ്റാക്കി തന്ന ചായൻ്റെ കടി അങ്ങോട്ട് അൺബോക്സ് ചെയ്യാം. എനിക്ക് അറിയില്ല കേട്ടോ ഈ ചങ്ങായി എന്താണത് കൊണ്ടുവന്നു കണ്ടത്. ഇതെൻ്റെ ചായ വലിയ, ഞാൻ പറഞ്ഞ എന്തായാലും ഇന്ന് റൂമിൽ ആണെങ്കിൽ എന്നാൽ വലുതെടുത്തോ. സോ വലിയ ചായ വിത്തൗട്ടും. പിന്നെ ഇതെന്താണ് പൊരിക്കടി എന്നറിയില്ല, എന്തായാലും ഈ എണ്ണ പുറത്തുണ്ട് മനസ്സിലായി. എന്നാൽ പിന്നെ ചായ വിത്തൗട്ടാക്കണ്ടില്ലേനല്ലോ. സമൂസ പക്കുവടാടാ. ഇതാണ് എൻ്റെ സർപ്രൈസ്. അപ്പോൾ അതെനിക്കിഷ്ടപ്പെട്ട സാധനം തന്നെയാണ്. എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ചിക്കൻ്റെ വിങ്സുകൾ. ഇതാണ് എൻ്റെ ചായക്കടി. കണ്ടോ ചിക്കൻ്റെ വിങ്സും ചായയും. ചിക്കൻ്റെ വിങ്സ് ഇത്ര വലിയ സർപ്രൈസ് ആണെങ്കിൽ എന്നാൽ പിന്നെ ചൂടാക്കിയാന്ന് പറയാം. അതല്ലാത്ത കഥ. പമ്പിള്ള കുഞ്ഞാണിൻ്റെ തറവാട്ടില്ലേ ചിങ്കിന്. അപ്പോൾ ശരി ഗൈസ്, എല്ലാവർക്കും ചായ ചേഴ്സ്. ഓക്കെ, അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ പോകുന്ന റെഡാണ് ഞാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കളി തുടങ്ങും. ഗൈസ് കളി കഴിഞ്ഞു, 11 കുടിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നേരെ ഇനി റൂമിൽ പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.